ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജീവിതത്തിൽ നമുക്ക് സ്വത്ത് എന്ന് പറയുന്നതും സ്വന്തം എന്ന് പറയുന്നതും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മൾ വാങ്ങിച്ച വസ്തുക്കൾ, നമ്മൾ വാങ്ങിച്ച വാഹനങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫ് എല്ലാം നമുക്കുണ്ടായിരിക്കും അല്ലേ? എന്നാൽ നിങ്ങൾക്ക് സമ്പത്തും സൗന്ദര്യവും എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ഒരു സമയം ഇല്ലാതാകും. പക്ഷേ ഒരിക്കലും നഷ്ടപ്പെടാതെ കൂടെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണ്. ഇത് പറയുന്നത് ഞാനല്ല, ആചാര്യനായ ചാണക്യനാണ്. ചില അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ സ്വാധീനിക്കും. അതിലൂടെ അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ തന്നെ മാറി മറിയും. ജീവിതത്തെ മറ്റൊരു വീക്ഷണകോണിലൂടെ കാണാൻ തുടങ്ങും. അത്തരം അറിവുകൾ ചിലപ്പോൾ ഒരു അനുഭവത്തിലൂടെയോ സാഹചര്യത്തിലൂടെയോ വായനയിലൂടെയോ മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെയോ ആയിരിക്കും നമ്മളിലേക്ക് എത്തുക. ഒരു കാര്യത്തിൽ സംശയം വേണ്ട, അത്തരം അറിവുകൾ നമ്മുടെ ജീവിതത്തെ അടുത്ത തലത്തിലേക്ക് കൈപിടിച്ചുയർത്തും. തീർച്ചയാണ്. ഭാരതം കണ്ട പ്രഗത്ഭനായ തത്വചിന്തകനും ദാർശനികനുമായിരുന്നു ചാണക്യൻ. ചാണക്യനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജീവിത ദർശനങ്ങൾ എക്കാലത്തും അദ്ദേഹത്തിന്റെ പ്രസക്തമാണ്. ജീവിതത്തിലെ ഏതു പ്രതിസന്ധികളെയും നേരിടാനുള്ള ഉത്തരം ചാണക്യന്റെ പക്കലുണ്ടായിരുന്നു. പിൽക്കാലത്ത് ചാണക്യ നീതിയായും ചാണക്യ തന്ത്രമായും അറിയപ്പെട്ട ചാണക്യന്റെ ജീവിത ദർശനങ്ങൾ ഇന്നും നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താവുന്നതാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചാണക്യന്റെ ചില ജീവിത ദർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും നഷ്ടമാകാത്ത 6 കാര്യങ്ങളാണ് ചാണക്യൻ പറഞ്ഞിരിക്കുന്നത്. നമ്പർ 1, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം. ജീവിതത്തിൽ മറ്റെന്തൊക്കെ നേടാൻ കഴിഞ്ഞാലും അതൊന്നും വിദ്യാഭ്യാസത്തിന് പകരമാകില്ലെന്ന് ചാണക്യൻ പറയുന്നു. സമ്പത്തും സൗന്ദര്യവും ബന്ധങ്ങളും എല്ലാം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. പക്ഷേ നമ്മൾ നേടിയ വിദ്യാഭ്യാസവും അറിവുകളും മരണം വരെ നമുക്കൊപ്പം ഉണ്ടാകും. ഏത് പ്രതിസന്ധികളിലും നമുക്ക് ഉപകാരപ്പെടുക ഇവ രണ്ടുമായിരിക്കും. നമ്പർ 2, രഹസ്യങ്ങൾ പങ്കുവെക്കാനുള്ളതല്ല. രഹസ്യങ്ങൾ പങ്കുവെക്കാൻ ഒരിക്കലും ചാണക്യൻ പറയുന്നില്ല. നമ്മുടെ ദൗർബല്യങ്ങൾ, രഹസ്യങ്ങൾ, കഴിവുകൾ, ശക്തികൾ എന്നിവയൊന്നും ആരോടും വെളിപ്പെടുത്തരുത്. കാരണം എപ്പോഴാണ് അവ നമുക്കെതിരെ പ്രയോഗിക്കപ്പെടുന്നെന്ന് പറയാൻ സാധിക്കില്ല. നമ്പർ 3, മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പഠിക്കുക. തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറുമെന്ന് നമുക്കറിയാം. പക്ഷേ സ്വന്തം തെറ്റുകളിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ തെറ്റുകളും അനുഭവങ്ങളും പാഠമാക്കുക. അവയും നമുക്ക് വഴികാട്ടിയാകും. മറ്റുള്ളവരുടെ പരാജയങ്ങളും വിജയങ്ങളും പാഠമാക്കുക. ഭാവിയിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിൽ മുന്നേറാനും അവ സഹായിക്കും. നമ്പർ 4, ഉള്ളിലെ പരമാത്മാവിനെ തിരിച്ചറിയുക. ദൈവം നമുക്കുള്ളിലാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദൈവത്തെ നന്മയുടെയും മൂല്യങ്ങളുടെയും പ്രതീകമായാണ് കരുതുന്നത്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെയും മൂല്യങ്ങളെയും കണ്ടെത്തുകയും അവയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക. ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുകയും അതിനെ വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ആത്മീയമായും വ്യക്തിപരമായും വളർച്ച നേടാനാകൂ. നമ്പർ 5, കടമാണ് നിങ്ങളുടെ വലിയ ശത്രു. മനസ്സമാധാനവും സാമ്പത്തിക വളർച്ചയും ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും കടം വാങ്ങരുതെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു. കാരണം പിന്നീട് ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നമുക്ക് മുന്നിലെ ഏറ്റവും വലിയ തടസ്സമായി ഇവ മാറുന്നതാണ്. നമ്പർ 6, അമിത അടുപ്പം. ജീവിതത്തിൽ ഒരാളോടും ഒരു വസ്തുവിനോടും അമിതമായ അടുപ്പമോ ഇഷ്ടമോ ഉണ്ടാകരുതെന്ന് ചാണക്യൻ പറയുന്നു. അത്തരം ഇഷ്ടങ്ങൾ നമ്മുടെ വൈകാരികമായി തകർക്കും. മുൻഗണനകളിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കും. ഈ 6 കാര്യങ്ങൾ ജീവിതത്തിലേക്ക് മനസ്സിലാക്കുക. നമുക്ക് മറ്റൊരു രീതിയിൽ ഏതെങ്കിലും തലത്തിൽ നമ്മളെ ദോഷമാക്കുന്നു എങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ജീവിതത്തിൽ നമുക്ക് എന്നും ഉണ്ടാകും എന്ന് കരുതുന്ന പലതും നഷ്ടമാകുമ്പോൾ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇന്നത് നഷ്ടമാകും, ഇന്നത് നമ്മുടെ ഒപ്പം ഉണ്ടാകും എന്ന് ചിന്തയോടെ നല്ല വിജയത്തോടെ മുന്നോട്ട് കുതിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതമാണ്, അതിനെ പരീക്ഷിക്കാൻ ആർക്കും സാധിക്കുന്നതല്ല. ആയതിനാൽ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അവനവൻ്റെ കാഴ്ചപ്പാടുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവനവന് ഈ ജീവിതത്തിൽ എന്തൊക്കെയാണ് സ്ഥിരമായി നമ്മോടൊപ്പം ഉണ്ടാകുക, സ്ഥിരമല്ലാതെ എന്തൊക്കെയാണ് ഉണ്ടാകുക, അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്